ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ലൈറ്റായിട്ടൊരു കല്യാണത്തിന് പോയല്ലോ. ഇതിനകത്ത് സൗണ്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കരുത്, എനിക്ക് അറിഞ്ഞുകൂടാ. എന്തൊക്കെയോ ഞാൻ പിടിച്ച് തൊട്ട് അതുകൊണ്ടാണ്. പിന്നെ ഇത് ശരിയായൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ വന്ന് കാറിൽ ഇരുന്നപ്പോഴത്തേക്കും തന്നെ കുറേ ഗോസപ്സ് അങ്ങനെ സംതിങ് എന്തോ തുടങ്ങി. പിന്നെ ഞങ്ങൾ പയ്യെ അങ്ങ് അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും എല്ലായിടത്തും കുശുമ്പും കുന്നായ്മകളും കുറ്റവും എല്ലാമായിരുന്നു. പിന്നെ ഞാൻ അതിലൊന്നും പെടാണ്ട് ഞാനും ചേട്ടനും ഒരു മൂലയ്ക്കിരുന്നു. ചേട്ടന് എൻ്റെ ചാനലിൽ വരുന്ന എന്തോ ചമ്മൽ പോലെയാണ്. കാരണം ആകെ 22, 23 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായതുകൊണ്ടായിരിക്കാം. എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും ഒരിക്കലും അത് 20,000, 21,000, 24,000 ആയാലോ. പിന്നെ ഒരു കുഞ്ഞ് ഗിവ് അവേ ഉണ്ട്, അത് വരും വഴിക്ക് ഞാൻ പറഞ്ഞുതരാം. അത് എന്തിനാണെന്ന് വരും വഴിക്ക് പറഞ്ഞുതരാം. അപ്പോഴത്തേക്ക് പെണ്ണ് വന്നപ്പോഴത്തേക്ക് പിന്നെ ഒരു ആക്ട്രസ് വന്ന ഒരു ഫീലായിരുന്നു. ഫോട്ടോ എടുക്കുന്നു, അടുത്ത് പോയി നിൽക്കുന്നു, എന്താ അങ്ങനെ അവിടെ കുറേ നേരം ഞാനും ചേട്ടനും വന്ന് നോക്കിക്കൊണ്ട് വന്നു. പിന്നെ അപ്പോഴത്തേക്കും പുടവയൊക്കെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പടവയാ എന്ത് ഡേ ആയാലും നമുക്കുള്ള വഴിയല്ല. അപ്പം പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ആദ്യം എടുത്തു, പിന്നെ വെച്ചു, ഇതെന്തടേ. അങ്ങനെ പിന്നെ കുറേ നേരം അവിടെ നോക്കിക്കൊണ്ടിരുന്നു. ഇതിൻ്റെ അച്ഛനും പിന്നെ മരുത് കല്യാണ ചെക്കനുമായിരുന്നു. അങ്ങനെ അപ്പോഴത്തേക്കും എല്ലാവരോടും പറഞ്ഞു വന്നിരിക്കുന്നതായിരിക്കും ഒരു ബെറ്റർ ഐഡിയ എന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോകാമെന്ന് കരുതി. പക്ഷെ എനിക്ക് പോകാൻ അത്ര മൂഡില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പയ്യെ നാടിന് പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അവിടുത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയായിരുന്നു. കാണുമ്പോൾ ഒരു എസ്തറ്റിക് ലുക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ. പിന്നെ അങ്ങ് താഴ്വരയിൽ എടുക്കലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ബാക്കിയെല്ലാം അടുത്ത വീഡിയോയിൽ കാണിക്കാം, വെറുതെ നിങ്ങളെ കാണിച്ച് എല്ലാം കൂടി ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാവട്ടെ. ടാ.